ഹായ് ഗൈസ്, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതായത് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ പോയത്. ഇത് BJPക്ക് ഒരു നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് കോൺഗ്രസിന് വലിയ നഷ്ടമാണെന്നുള്ള കാര്യം തികച്ചും ഇവിടെ അടിവര ഉറപ്പിച്ചു തന്നെ പറയാൻ പറ്റും. അത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അതായത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ ആദ്യം CPM-ലോട്ട് പോകും എന്ന് പ്രതീക്ഷിച്ചു. അതിനുശേഷം കോൺഗ്രസ് ആണ് തെരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ ഈ ജിയോ പൊളിറ്റിക്സും അതുപോലെ തന്നെ നാഷണൽ പൊളിറ്റിക്സും ആണ് മാക്സിമം കവർ ചെയ്യുന്നത്. സ്റ്റേറ്റ് പൊളിറ്റിക്സ് നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നില്ല, അത് പല പ്രശ്നങ്ങൾ കാരണമാണ്. പക്ഷെ എന്നാലും ഈ ഒരു ടോപ്പിക് ട്രെൻഡിങ് ആയ കൊണ്ട് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പ്രശ്നം എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അതായത് കോൺഗ്രസിന് പ്രശ്നം നോക്കുന്നതിനെങ്കിൽ ആദ്യം തന്നെ BJPക്ക് ഇതൊരു നഷ്ടമായിരുന്നോ, അതായത് സന്ദീപ് വാര്യർ ഒരു നഷ്ടമാണോ അസറ്റ് ആണോ എന്നറിഞ്ഞാൽ മാത്രമോ കോൺഗ്രസ് ഇത്രമാത്രം ഇത് വില കൊടുക്കാനുള്ള ഒരു ആളാണോ സന്ദീപ് വാര്യർ എന്ന് അറിയാനുള്ളൂ. അപ്പോൾ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി നമ്മൾ എടുത്തു നോക്കിയാൽ മതി. അതായത് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടപ്പോൾ തന്നെ ഏകദേശം 50,000 ആൾക്കാരോളമാണ് അൺഫോളോ ചെയ്തത്. ഇപ്പോൾ ബാക്കിയുള്ള ഫോളോവേഴ്സും അതായത് ഈ അടിയിൽ തെറി വിളിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ വിമർശിക്കാനും മാത്രമാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കേരളത്തിലെ BJP ആൾക്കാരെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് നഷ്ടം എന്നറിയാം. BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഒരു തരത്തിലും മെച്ചം പിടിക്കാത്ത ഒരു പാർട്ടിയാണ്. ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ ഐഡിയോളജി ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് ഒത്തുപോകാത്തത്. രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് ഇവിടെയുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള പല ആൾക്കാർക്കും അതായത് BJPയിലുള്ള മേലെ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും താഴെ എത്തിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളിൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈ സ്റ്റേറ്റ് കമ്മിറ്റീനെ അത്ര താല്പര്യപ്പെടുന്നില്ല. ഈവൻ ഇന്നത്തെ സുരേന്ദ്രനെ പോലും പല BJPയിലുള്ള താഴെ ഉള്ള ആൾക്കാർക്കും RSSൽ പ്രവർത്തിക്കുന്ന പലർക്കും സുരേന്ദ്രനെ പോലും താല്പര്യമില്ല എന്നുള്ള കാര്യം ആർക്കും തന്നെ മറച്ചു വെക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. അപ്പോൾ അതായത് ഇവിടെയുള്ള ആൾക്കാർ അവർ ഈവൻ അതായത് ഇവിടെയുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി നിൽക്കുന്ന പഞ്ചായത്ത് മെമ്പറിന് നിൽക്കുന്ന BJP കാൻഡിഡേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ, ഒരിക്കലും ഒരു സ്ഥാനം അമോഹിച്ചുകൊണ്ടല്ല അവരൊന്നും നിൽക്കുന്നത്. അതുപോലെ തന്നെ BJP പാനലിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരും ഡിപ്പോസിറ്റ് പോലും കിട്ടില്ല എന്ന് പലപ്പോഴും അറിഞ്ഞിട്ടുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരും അതായത് കേരളത്തിലുള്ള ആൾക്കാർ BJPക്കാരും തന്നെ അതായത് സ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അത് തികച്ചും തെറ്റായ കാര്യമാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം അത് ഒരിക്കലും പോസിബിൾ ആയ കാര്യമല്ല, അല്ലെങ്കിൽ നിയർ ടൈമിൽ പോസിബിൾ ആയ കാര്യമല്ല എന്ന്. അപ്പോൾ ഇവിടെ അതായത് കഴിഞ്ഞ 2020 തൊട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ തൃശ്ശൂരിൽ ജയിച്ച തന്നെ അതായത് BJP എന്ന് പറയുന്ന പാനൽ കൊണ്ടല്ല, അവിടെ സുരേഷ് ഗോപി എന്നുള്ളൊരു ഇമേജ് കൊണ്ട് മാത്രമാണ് ജയിച്ചത്. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരും തന്നെ അതായത് 25 വർഷം ഇപ്പോൾ തന്നെ അതായത് BJP കഴിഞ്ഞ 3 വട്ടമായിട്ടും കേന്ദ്രം ഭരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ അവർക്ക് മെച്ചം പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഈ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയൊന്നും ഇല്ലാത്തപ്പോൾ പണ്ട് BJP അതായത് 20 വർഷങ്ങൾക്ക് മുൻപ് BJP എത്രമാത്രം ചെറുതായിരുന്നു എന്ന് എല്ലാവർക്കും ഊഹിച്ചു നോക്കാവുന്നതുള്ളൂ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ അതായത് അവരവരുടെ പ്രസ്ഥാനവും ഐഡിയോളജിയും എല്ലാം താല്പര്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് 100% കേരളത്തിലുള്ള BJPക്കാര്. എന്നാൽ 2020 ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു നോക്കുകയാണെങ്കിൽ BJPന്റെ ട്രെൻഡ് മെല്ലെ മെല്ലെ കൂടാൻ തുടങ്ങി. അത് പല സ്ഥലങ്ങളിലും ഡെപ്പോസിറ്റ് പോലും കിട്ടാത്ത പല സ്ഥലങ്ങളിലും അതായത് അവർക്ക് ഡെപ്പോസിറ്റ് പിടിച്ചെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ മെല്ലെ മെല്ലെ 2ാം സ്ഥാനത്തോട്ട് എത്തുന്ന ഒരു കോമ്പറ്റീഷൻ വരെ എത്താൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ്? അതായത് കേരളത്തിലുള്ള BJP ആൾക്കാരെ കണ്ടിട്ടോ അല്ലെങ്കിൽ സുരേന്ദ്രനെ കണ്ടിട്ടോ ഉള്ള ആൾക്കാരല്ല. അതായത് ഇതിന്റെ പിന്നിൽ RSSും അവരുടെ ഐഡിയോളജിയും അതുപോലെ കോൺഗ്രസ് ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടും അത് എല്ലാം ഒരു ഫാക്ടറായിട്ടും വോട്ടായി വരുന്നു. ഇനി വലിയൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, അതായത് മോഡി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ ഒരു താല്പര്യം കാരണമാണ്. അതായത് ഇപ്പോൾ മോഡിനോട് ഐഡിയോളജി പരമായിട്ട് പലർക്കും എതിർപ്പുണ്ടെങ്കിലും, അതായത് മുസ്ലിംസിന് പലർക്കും മോഡിനോട് എതിർപ്പുണ്ടെങ്കിലും ക്രിസ്ത്യൻസിന് എതിർപ്പുണ്ടെങ്കിലും, പക്ഷെ മോഡി എന്ന് പറയുന്ന അതായത് പാർട്ടിനോടാണ് എതിർപ്പ്. ഇൻഡിവിജ്വൽ വ്യക്തിയും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് എല്ലാം കൊണ്ടുവരുമ്പോൾ പലർക്കും അതായത് ഇദ്ദേഹം അതായത് വേറെ വല്ല പാർട്ടിയിലുമാണെങ്കിൽ ഇന്ന് ദൈവത്തിനെ പോലെ വാഴ്ത്താനും പലരും ഉണ്ടായേനെ. അപ്പോൾ അങ്ങനെ അതായത് മോഡി എന്ന വ്യക്തിനെ കൊണ്ടും RSS ഐഡിയോളജിനെ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നടുക്ക് നിന്ന് അതായത് ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഇപ്പോൾ ഈ ഫാക്ടർ അതായത് ഹിന്ദുക്കൾക്ക് എതിരെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയെല്ലാം തന്നെ കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്നതുകൊണ്ട് അവരെല്ലാം തന്നെ വോട്ട് ചെയ്താണ് BJP ഇപ്പോൾ മേലെ കയറി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ BJPക്ക് നിൽക്കുന്ന ആർക്കും തന്നെ അതായത് ഇങ്ങനെ ഒരു സ്ഥാനം ഉറപ്പിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സന്ദീപ് വാര്യർ പോയിരിക്കുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ പോയിട്ട് വേറൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിലും ഇച്ചിരി കൂടി ഒരു അന്തസ് ഉണ്ടായിരുന്നു. അതായത് ഇത്രയും നാളും പറഞ്ഞ ആ പാർട്ടിയിൽ നിന്ന്
കംപ്ലീറ്റ് ആയി മാറിക്കൊണ്ട് ഇപ്പോൾ വെറുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒന്നെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞ് ഇൻഡിവിജ്വൽ അതായത് സ്റ്റേറ്റ് കമ്മിറ്റിനോടുള്ള എതിർപ്പ് കൊണ്ട എന്ന് എങ്ങാനും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കായിരുന്നു. പക്ഷെ സന്ദീപ് വാര്യർ പറഞ്ഞത് ഇപ്പോൾ മോഡിക്കെതിരെയും RSSനെതിരെയും BJP ഐഡിയോളജിക്കെതിരെയും ഇപ്പോൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയാൻ തുടങ്ങി. ഇതുകൊണ്ടെന്നായി അതായത് കേരളത്തിലെ അതായത് സന്ദീപ് വാര്യരുടെ കോർ വോട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ കോർ ഫാൻസ് എങ്ങനെയാണ്, തീവ്ര ഹിന്ദു ഐഡിയോളജി അല്ലെങ്കിൽ റൈറ്റ് വിങ് ഐഡിയോളജി ഉള്ള ആൾക്കാർ മാത്രമാണ് സന്ദീപ് വാര്യറിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഗോഡ്സേനെ എല്ലാം ന്യായീകരിക്കുന്ന അതേ വ്യക്തിനെ ഇത്രയും അധികം ആൾക്കാർ ഫോളോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണ്, അതായത് ഇതേ ഐഡിയോളജി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സന്ദീപ് വാര്യറിന് ഫാൻസ് ഉണ്ടെങ്കിൽ അത് ഈ മുസ്ലിംസോ ക്രിസ്ത്യൻസോ അല്ല, അതായത് കോർ ഹിന്ദു ഫാൻസും ഹിന്ദു ഐഡിയോളജിനെ പൊക്കിപ്പിടിക്കുന്ന RSS ആൾക്കാരുടെയും ഫാൻസ് മാത്രമാണ് സന്ദീപ് വാര്യറിന് ഉള്ളത്. ഇനിയാണ് പിക്ചറിലോട്ട് വരുന്നത്. അതായത് ഇങ്ങനെയുള്ള വ്യക്തിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തി ഇപ്പോൾ കോൺഗ്രസിൽ പോയി കഴിഞ്ഞാൽ അവിടെ വോട്ട് കിട്ടുമോ? അവിടെ വോട്ട് തികച്ചും കിട്ടാൻ സാധ്യതയില്ല. 100% കിട്ടാൻ ഒരു സാധ്യതയും നമ്മൾ അവിടെ കാണുന്നില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ അതായത് ഇന്ത്യയിൽ പോകുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അതായത് കോൺഗ്രസ് എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് എതിരായി നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലോട്ട് മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുന്നു. അത് അവരുടെ പലതരത്തിലുള്ള സമീപനം കാരണമാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അതായത് പല കാര്യങ്ങൾ മുസ്ലിംസിന്റെ അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണെന്ന് ഹിന്ദുക്കൾക്ക് വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയായിരുന്നു. അതൊക്കെ കാരണമാണ് ഇപ്പോൾ അത് കോൺഗ്രസിനോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങിയത്. ഈവൻ ഇപ്പോൾ ക്രിസ്ത്യൻസ് പലരും അതായത് വഖഫ് പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് എതിരെ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ അതായത് ഈ കോർ വോട്ടേഴ്സ് എന്തായാലും ഇവര് അതായത് കോൺഗ്രസിനെ എതിർക്കുന്നതുകൊണ്ടാണ് സന്ദീപ് വാര്യരുടെ കൂടെ നിന്നത്. അല്ലാണ്ട് സന്ദീപ് വാര്യർ അതായത് ഇപ്പോൾ കോൺഗ്രസിന്റെ ഐഡിയോളജി പടരുന്നുണ്ടെങ്കിൽ ഈ 3,50,000 ഫോളോവേഴ്സ് ഒരിക്കലും എത്തില്ലായിരുന്നു. അത് ഓൾറെഡി കോൺഗ്രസിലുള്ള വോട്ടേഴ്സ് മാത്രമോ അവിടെ ഉണ്ടാവുകയുള്ളായിരുന്നു. അപ്പോൾ ഈ വോട്ടേഴ്സ് എല്ലാം തന്നെ വീണ്ടും ശക്തമായി പ്രവർത്തിച്ച് BJP ആൾക്കാരെല്ലാം തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ നിങ്ങൾ എല്ലാ പോസ്റ്റിന്റെയും താഴെ എടുത്ത് നോക്കിയാൽ മതി. അതായത് ഈവൻ പാലക്കാട്ടിലുള്ള BJP ആൾക്കാരെല്ലാം തന്നെ ഉറങ്ങിക്കിടക്കായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് തന്നെ അതായത് പാലക്കാടുള്ള സ്ഥാനാർത്ഥിനെ താല്പര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെ നിർത്തായിരുന്നു. പല സജഷൻസും അതുപോലെ തന്നെ സുരേന്ദ്രനുമായിട്ട് നല്ല എതിർപ്പുമുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ അവരെല്ലാം തന്നെ സന്ദീപ് വാര്യർ പോയതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഊർജിതമായി പ്രവർത്തിക്കാൻ അവരെല്ലാം തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ സന്ദീപ് വാര്യർ പോയത് ഇവിടെ ചെതറിക്കടന്ന BJP ആൾക്കാരെയും RSS ആൾക്കാരെയും ഒന്നും കൂടെ ഉറച്ചു നിർത്താൻ അവിടെ തികച്ചും അവർക്ക് BJPക്കാർക്ക് ഒരു അഡ്വാൻറ്റേജ് ആയി മാറി എന്നുള്ള സത്യം തന്നെയാണ്. ഇനി കോൺഗ്രസിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതായത് കോൺഗ്രസ് ഈസിയായി ജയിച്ചു പോകും എന്ന് വിചാരിച്ചുകൊണ്ട് ഇരുന്ന പലരും അതായത് ഇപ്പോൾ വലിയൊരു ടഫ് ഫൈറ്റിലോട്ടാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. അതായത് സന്ദീപ് വാര്യർ വന്നതോടെ മുസ്ലിംസും അതുപോലെ തന്നെ അതായത് പഴയ അവരുടെ വോട്ടേഴ്സ് എല്ലാം തന്നെ അവിടെ തന്നെ നിൽക്കും. അതായത് ക്രിസ്ത്യൻ വോട്ടും ചിലപ്പോൾ ഒരു അതായത് വഖഫ് പ്രശ്നം കൊണ്ട് കുറച്ച് അങ്ങോട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. എന്നാലും അതായത് ഐഡിയോളജി ഉള്ള ആൾക്കാരെല്ലാം തന്നെ ഇതേ കോൺഗ്രസിൽ നിൽക്കാൻ സാധ്യതകളുണ്ട്. പക്ഷെ ഹിന്ദുക്കൾ പലരും ഇപ്പോൾ മാറ്റി ചിന്തിക്കും. അതായത് സന്ദീപ് വാര്യർ വന്ന് ഇപ്പോൾ വീണ്ടും മോഡിക്കെതിരെ എല്ലാം കുറ്റം പറയുമ്പോൾ ഈ ഫാൻസും അതുപോലെ തന്നെ വീണ്ടും പലരും അതായത് ശക്തമായി തന്നെ BJPക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യതകൾ കൂടുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഉചിതമായ തീരുമാനം എന്തായിരുന്നു എന്ന് വെച്ചാൽ അതായത് സന്ദീപ് വാര്യർ ഇപ്പോൾ തൽക്കാലം അതായത് സ്റ്റേറ്റ് ഇതുമായിട്ട് ഒരു പ്രശ്നം ഉണ്ട് എന്ന് അറിയിച്ചതിന് ശേഷം കുറച്ചു നാളത്തേന് പൊളിറ്റിക്സിൽ നിന്ന് മാറ്റി നിർത്തുവാണ് എന്നുണ്ടായിരുന്നെങ്കിൽ അതായത് തികച്ചും BJPന്റെ സംസ്ഥാന തലമുള്ള എല്ലാ പ്രസിഡന്റിനെയും മാറ്റാനുള്ള കാലാവധികൾ അടുത്തെത്തിയിരിക്കുന്നു. അതായത് പെട്ടെന്ന് തന്നെ JP നഡ്ഡനെ അതായത് നാഷണൽ സെക്രട്ടറി ആയിട്ട് അതായത് നാഷണൽ പ്രസിഡന്റ് ആയിട്ട് പുതിയ ആൾ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള എല്ലാവിധ പദ്ധതികളും അവിടെ BJP ദേശീയ ലെവലിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലായിക്കൊണ്ട് സന്ദീപ് വാര്യർ അടുത്തൊരു മാറ്റത്തിന് വേണ്ടി അതുവരെ എങ്ങാനും കാത്തു നിൽക്കായിരുന്നു. അതുവരെ കാത്തു നിന്നതിന് ശേഷം വീണ്ടും മാറ്റമില്ലായിരുന്നെങ്കിൽ ഈ ഒരു എടുത്തുചാട്ടത്തിന് നന്നായിരുന്നു. ഇതിപ്പോ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് പോയ രീതിയിലാണ് ഉള്ളത്. കോൺഗ്രസിനാണെങ്കിലും സന്ദീപ് വാര്യറിന് ഒന്നും തന്നെ ഓഫർ ചെയ്യാനില്ല. കാരണം സ്റ്റേറ്റിൽ ഭരിക്കുന്നില്ല, കേന്ദ്രത്തിൽ അവരല്ല ഭരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടിയിൽ വീണ്ടും പോയി ചാടിയിരിക്കുന്നത് എന്ത് അഡ്വാൻറ്റേജ് കൊണ്ടുവരും എന്നുള്ളത് യാതൊരുവിധ അതായത് അഡ്വാൻറ്റേജാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് എന്തായാലും വലിയ രീതിയിലുള്ള വാഗ്ദാനം നൽകിയുകൊണ്ടായിരിക്കും CPM ഉപേക്ഷിച്ച് എന്തായാലും സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയിരിക്കുന്നത്. അടുത്ത ഇലക്ഷനിൽ എന്തായാലും ഒരു MLA സീറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ജയിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം പലർക്കും സംശയം തന്നെയാണ്. ഈവൻ സന്ദീപ് വാര്യറിനെ അതായത് അടുത്ത പ്രസിഡന്റായി സെലക്ട് ചെയ്യണം എന്നുള്ള പല കോർ ഐഡിയോളജി അതായത് സംഘി ഐഡിയോളജിയുള്ള ആൾക്കാരും ഇപ്പോൾ മാറ്റി സന്ദീപ് വാര്യറിനെ അതായത് പഴയ കാര്യങ്ങളെല്ലാം എടുത്ത് ട്രോൾ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അതായത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇത്രമേ ഉള്ളൂ. പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെ മാറിയാലും ഒരു അത്ഭുതമില്ല എന്നുള്ള കാര്യം ഇവിടെ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? കമന്റ് ബോക്സിൽ ഷെയർ